ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ദുർഗ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ കുട്ടൻപിള്ള ആണെങ്കിൽ നേരെ സ്റ്റേഷനിലേക്കാണ് പോണേ. സ്റ്റേഷനിൽ ചെന്നിട്ട് ചോദിക്കും, ആ, മുമ്പുണ്ടായിരുന്ന ഒരു സിയെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെയുള്ള സ്റ്റാഫ് പറയും, അയാൾ അത് റിട്ടയർഡ് ആയി പോയല്ലോ സാർ, അല്ല ഇവിടുന്ന് സ്ഥലം മാറിയല്ലോ സാർ, സാർ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പൊ പറയാ ഇല്ല. അപ്പൊ പറയും, മറ്റേ ഈ ആസിഡ് കഴിച്ച കുട്ടിയുടെ കേസിന്റെ കാര്യം എന്തായിന്ന് അറിയാൻ വന്നത്. ഈ സി ഐ നല്ല നല്ല പണം വാങ്ങിയിട്ടുണ്ടല്ലേ, പുതിയ വീടൊക്കെ വെക്കുമല്ലേ എന്ന് പറയും. അപ്പൊ കൂടെയുള്ളവർ അത് ശരിയാ സാർ, ഇനി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് ആർക്കറിയാം, എന്തായാലും നമ്പർ തരാൻ പറയും. അങ്ങനെ കുട്ടൻപിള്ള നമ്പറും മേടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങും. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ദുർഗയെ, ഇതേ സമയത്ത് ദുർഗയും കിരണുമാണെങ്കിൽ ഈ വിനോദിന്റെ പെങ്ങൾ മരിച്ച അവരുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ അന്വേഷണത്തിനായി ഇറങ്ങിയാണ്. അങ്ങനെ ഒരു കടയിൽ കയറും. അപ്പൊ ആ കടക്കാരോട് ഇവര് പോലീസാന്ന് പറഞ്ഞാൽ ഒന്നും പറയത്തില്ല. അവിടെ നിന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവര് ആ വീട്ടുകാരെ പറ്റി വളരെ മോശമായിട്ട് പറയും, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ ഒരു സ്ത്രീയാണെന്നുള്ള കാര്യമൊക്കെ പറയേ. അതിനുശേഷം ദുർഗ പറയും, എന്തായാലും നമുക്ക് കുറച്ചു പേരോടും കൂടെ അന്വേഷിക്കാം എന്ന് പറയാം. ആ സമയത്താണ് ഒരു ചേച്ചി അതിൽ നടന്നു വരുന്നത് കാണുന്നത്. അപ്പൊ ദുർഗ നൈസായിട്ട് ഇടപെടും, ഈ ചേച്ചി എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നു, കിരൺ ബാ നമുക്ക് ചെല്ലാന്ന് പറയും. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ദുർഗ പറയും, ചേച്ചി ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഈ കഴിഞ്ഞ ദിവസം മരിച്ച ആസിഡ് കഴിച്ച് മരിച്ച കുട്ടിയുടെ കാര്യം എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കും. അപ്പൊ പറയാം, അറിയാലോ മോളെ, അവൾ എന്നോട് എല്ലാം പറയുമായിരുന്നു. ആ വീട്ടിലെ അവളുടെ ഭർത്താവും അവളുടെ അമ്മായിയമ്മയൊക്കെയാണ് അവളെ ഇങ്ങനെ ആക്കിയത്, അതുകൊണ്ടാണ് അവൾ വിഷം കഴിച്ചത്, അവൾ വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ എന്നിട്ട് പറയും, മോളെ ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയരുത്, അവരൊക്കെ വലിയ രാഷ്ട്രീയ പിടിപാടുള്ളവരാണെന്ന് പറയും. ഇല്ലമ്മേ, ഞങ്ങൾ അങ്ങനെയൊന്നും പറയത്തില്ലെന്ന് പറയും. അങ്ങനെ ആ പുള്ളിക്കാരി നടന്നു പോകും. അപ്പൊ ദുർഗയും കിരണും പറയും, എന്തായാലും നമുക്ക് മൊഴികളൊക്കെ കിട്ടി, പക്ഷേ തെളിവുകളാണ് ഇനി ഉണ്ടാക്കേണ്ടതെന്ന് പറയും. ആ സമയത്താണ് കുട്ടൻപിള്ള ഇങ്ങനെ വിളിക്കുന്നത്. കുട്ടൻപിള്ള വിളിച്ചിട്ട് പറയും, എന്തായാലും ആ സി ഐ നന്നായിട്ട് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ദുർഗ പറയും, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ആൾക്കാരെ പുറത്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, വിനോദിന്റെ വീട്ടുകാർക്കോ എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ അതിന് അവരെ സഹായിച്ചേ പറ്റുകയുള്ളെന്ന് പറയും. അങ്ങനെ ദുർഗയും കിരണും കൂടെ വിനോദിന്റെ വീട്ടിൽ പോയി അച്ഛനും അമ്മയും സഹായിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് വാക്ക് കൊടുക്കുകയാണ്, ഈ മകളെ കൊന്ന ഒരുത്തനും ഒരുത്തിനെയും എല്ലാത്തിനെയും നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നവർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് വിനോദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം ഇവർ നേരെ അപ്പം ദുർഗയും കിരണും പറയും, ഇനിയിപ്പോൾ എന്താവും അറിയത്തില്ല, നമുക്ക് നോക്കാം, എന്തായാലും അവരെ പൂട്ടിയേ പറ്റത്തുള്ളൂ, അവർ ഇതല്ല ഇതിലപ്പുറവും വലിയ പിടിപാടുള്ളവരാണെന്ന് പറയേ. ഇതേ സമയത്ത് നമ്മുടെ നമ്മുടെ ആശയാണെങ്കിൽ പൂർണിമയുടെ റൂമിൽ കയറിയിട്ട് പെൻഡ്രൈവ് തപ്പുകയാണ്. അങ്ങനെ പെൻഡ്രൈവ് ഫുള്ള് തപ്പും. അപ്പൊ കിട്ടത്തില്ല. ആ സമയത്ത് ആരോ നടന്നു വരുന്ന പോലെ ആഷിതയ്ക്ക് തോന്നുകയെ. അങ്ങനെ ആഷിത മാറി നിൽക്കും. ആ സമയത്ത് പൃഥ്വിയാണ് വരുന്നത്. അപ്പൊ ആഷിത ഒളിഞ്ഞു നോക്കാൻ, പൃഥ്വി എന്തിനാ ഇവിടെ? അങ്ങനെ പൃഥ്വി അത് തപ്പുകയാണ്. പെട്ടെന്ന് ആഷിത പുറത്തോട്ട് വന്നിട്ട്, എന്താ പൃഥ്വി ഇവിടെ? അത് ആ പെൻഡ്രൈവിന് നോക്കാൻ വേണ്ടി വന്നായിരുന്നു. പെൻഡ്രൈവ് എന്തിന്? അതെ, ഇനി ആ മന്ത്രിമാരുടെ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ ഒന്നാമത് പ്രഗ്നന്റ് ആയി, ഇവിടെ എന്തെങ്കിലും പ്രശ്നമായി അതെല്ലാം നമ്മളെ ബാധിക്കുക, അതുകൊണ്ടാണെന്ന് പറയും. അപ്പം അശ്വതിയോട് ചോദിക്കും, നീ എന്താ ഇവിടെ? ഞാൻ പൃഥ്വി ഇങ്ങോട്ട് കണ്ടില്ല, അതുകൊണ്ട് പൃഥ്വി അന്വേഷിച്ച് വന്നേന്നുള്ള രീതിയിൽ പറയേ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് തപ്പാന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും ഫുള്ള് അവിടെ തപ്പുകയെ. അവസാനം കിട്ടത്തില്ല. അപ്പൊ പൃഥ്വി പറയാം, ചിലപ്പോൾ അത് ചേച്ചിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്ന് പറയാം. അപ്പൊ അശ്വതിയും പറയാം, അതെ ചേച്ചിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ദുർഗയുടെ ഗ്യാങ്ങിലുള്ളവരെല്ലാം അവിടെ ഇരിക്കുന്ന സമയത്ത് ദുർഗ അങ്ങോട്ടേക്ക് വരും. അപ്പൊ ദുർഗയും കിരണും പറയും, ഇപ്പം ജോർജ് സാറ് വീഡിയോ കോളിൽ വരും, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നു പറയും. അങ്ങനെ ജോർജ് സാറ് വീഡിയോ കോളിൽ വരും. വീഡിയോ കോളിൽ വന്നിട്ട് പറയും, ആ പെൺകുട്ടിയെ കൊന്ന് ആരെയും വെറുതെ വിടാൻ പാടില്ല, എന്തായാലും ആ സി എ സ്ഥലം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത വരുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും, അയാളെ മുൻനിർത്തി നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തോളാൻ പറയും. അപ്പം ദുർഗ പറയും ശരിയെന്ന് പറയും. അങ്ങനെ വീഡിയോ കോൾ കട്ടാവും. അപ്പൊ ദുർഗ പറയും, അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ, സമൂഹത്തിന് മുമ്പിൽ ഇനി ഒരു പെണ്ണും ഇങ്ങനെ സ്ത്രീധനത്തിന്റെ പേരിൽ മരിക്കാൻ പാടില്ല, എന്തായാലും അതിനു വേണ്ടി നമ്മൾ ഒന്നിച്ച് നിന്നേ പറ്റുകയുള്ളൂ എന്ന് പറയും. വിനോദിന് അവളുടെ പെങ്ങളെ നഷ്ടപ്പെട്ടു, പക്ഷെ അതിനെ കൂട്ടുനിന്നവരെ ഒരാളെയും നമ്മൾ വെറുതെ വിടാൻ പാടില്ല, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണമെന്ന് പറയും. അതിന് നമ്മൾ ഇറങ്ങിയേ പറ്റുകയുള്ളൂ എന്ന് പറയും. ഇതേ സമയത്ത് നമ്മുടെ ഈ വിനോദിന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ അമ്മയാണെങ്കിൽ ആരെ അപ്പൊ ആ സി ഐ അവരെ ഫോൺ വിളിച്ചിട്ട് പറയും, എന്നെ സ്ഥലം മാറ്റാനുള്ള ഇത് വന്നിട്ടുണ്ടെന്ന് പറയാം. അതെന്താ സാറേ എന്ന് ചോദിക്കുക. എന്താ മുകളിൽ നിന്നുള്ള ഓർഡർ, ആ വിനോദിന്റെ ഫ്രണ്ടൊക്കെ ഏതോ നല്ല ഹൈ പൊസിഷനിലുള്ള ആരൊക്കെ ഉണ്ടെന്നാ തോന്നുന്നതെന്ന് പറയും. അപ്പൊ പറയും, സാറ് വിഷമിക്കേണ്ട, എന്തായാലും ഞാൻ മന്ത്രിയെ വിളിക്കാം, മന്ത്രിയെ വിളിച്ചിട്ട് ഇത് മാറ്റാന്ന് പറയും. അങ്ങനെ ഉടനെ മന്ത്രിയെ വിളിക്കുകയാണ് അവര്.
പിന്നീട് ഈ CA നേരെ വിനോദിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ വിനോദിനോട് ചോദിക്കും അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിക്കും. അപ്പൊ അവരെ വിളിച്ച് പുറത്തോട്ട് വരും. എന്നിട്ട് പറയും നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറണം എന്ന് പറയും. അപ്പൊ വിനോദ് പറയും ഒരിക്കലും ഞങ്ങൾ പിന്മാറത്തില്ല, ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്ന് പറയും. നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെ അവിടെ സ്ഥലം മാറ്റാമെന്ന്? അതിന് മുകളിലും ആൾക്കാരുണ്ട്, ഞാൻ അവിടെ തന്നെ കാണും, നിങ്ങളെയൊക്കെ പിടിച്ച് അകത്തിടാൻ എനിക്കറിയാമെന്ന് പറയും. അപ്പൊ വിനോദ് പറയും സാറിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ സാറ് ചെയ്തോ, സാറിന്റെ മുകളിലും ആൾക്കാരില്ലേ, പിന്നെ അതിന് മുകളിലും കോടതിയില്ലേ, അതിന് മുകളിൽ ദൈവം ഉണ്ടെന്ന് പറയും. അങ്ങനെ നല്ല താക്കീത് കൊടുത്ത് ഈ CA അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.